ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണിയിൽ ഞാൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്വന്തം എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നലുണ്ടാകും. അതായത് ആര് നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ സ്വയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറണം, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്വന്തം സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ മാത്രം മതി, എനിക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സെപ്റ്റംബർ മന്ത് സ്വന്തം സപ്പോർട്ട് സ്വയം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു സംഘർഷം വളരെ കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേക്ക് എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിവാർഡ് ലഭിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. അതായത് മനസ്സിനൊരു സന്തുഷ്ടി ഫീലാകും, ഒരു പൂർണ്ണത ഉണ്ടാകും. ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്താലും എനിക്ക് ആഗ്രഹിച്ച റിവാർഡ് ലഭിക്കുന്നുണ്ടല്ലോ, അങ്ങനൊരു സന്തുഷ്ടഭാവം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ നല്ലൊരു എനർജി ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത മാസം ഫസ്റ്റ് തന്നെ സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു രീതിയിലുമുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇനി എല്ലാ രീതിയിലും നിങ്ങളുടെ ഹൃദയവും മനസ്സും ക്ലിയർ ആയിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രേമവും മധുരതയും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ബന്ധങ്ങളിൽ ഒരു എന്താ പറയുക, ആഴത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രേമവും മധുരതയും കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെപ്റ്റംബറിൽ ഒരാൾ മറ്റൊരാളെ കൂടുതലായിട്ട് മനസ്സിലാക്കുക, സ്നേഹം ഭയങ്കരമായിട്ട് ആഴത്തിലാവുക, ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, മാരേജ് ആവാൻ പോകുന്നവർക്കും ഇത് കണക്റ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് ആയിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തെറ്റിദ്ധാരണകൾ, കൺഫ്യൂഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നെക്സ്റ്റ് മന്ത് അത് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റിലേഷൻഷിപ്പിൽ. ഇനി മാരേജ് ആവാത്തവരാണ് നിങ്ങളെങ്കിൽ അവിടെയും ഇതേ സെയിം സിറ്റുവേഷൻ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ലൈഫ് പാർട്ട്ണറിനെ കണ്ടുമുട്ടും സെപ്റ്റംബർ മന്തിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ വ്യക്തി എനിക്ക് വേണ്ടി ഉണ്ടായതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. നിങ്ങൾ അവരുമായിട്ട് റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്നതാണ്. അതായത് മാരീഡ് അല്ലാത്ത അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ, മാരീഡ് ആയിട്ടില്ല എങ്കിൽ ഒരാൾ മറ്റൊരാളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മാരേജിലേക്ക് പോകുന്നതായിട്ടും അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്നാൽ മാത്രമേ പൂർണ്ണരാവുകയുള്ളൂ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും സെപ്റ്റംബർ മന്ത്. അതായത് ഒരാളുടെ കൂടെ ഒരാളില്ലെങ്കിൽ അവർ അപൂർണനാണ് എന്നുള്ള തോന്നൽ, നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമാവുകത്തുള്ളൂ എന്നുള്ള തോന്നലുണ്ടാകും. ഇവിടെ സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ഡെസ്റ്റൈൻ പാർട്ട്ണറിനെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അച്ഛനമ്മമാരും ഈ റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അവരുടെ ഡെസ്റ്റൈൻ പാർട്ട്ണർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മാരേജ് ആവാത്തവർക്ക് പ്രപ്പോസൽ വരുന്നതായിട്ട്, റിലേഷൻഷിപ്പിൽ ആഴത്തിലുള്ള ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട്, മാരേജ് ലൈഫിൽ പരസ്പരം നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണ്, ഇല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ അവിടെയും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട്, ഒരു എന്താ പറയുക, ഒരു ആഴത്തിൽ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെപ്റ്റംബർ മന്ത് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് 100% ശരിയായിട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ യൂണിയൻ എപ്പോഴൊക്കെ ആകുമ്പോൾ അപ്പോഴെല്ലാം ഗ്രീനിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഗ്രീൻ കളർക്കുള്ളായിട്ട് ഇഷ്ടമാകും, ഗ്രീൻ കളർ വസ്ത്രം ധരിക്കാൻ തോന്നും. ഇതുകൂടാതെ കുടുംബത്തിൽ ശാന്തിയുടെ ആ ഒരു വാതാവരണം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ കൂടെ റെസൊണേറ്റ് ആകുകയാണ്. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പച്ച കളറിനോട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുക, ധരിക്കാൻ, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും പച്ച നിറം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു. കർട്ടൻ പച്ച കളർ ഇടാൻ തോന്നുക, അങ്ങനെ പച്ചയോട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെസൊണേറ്റ് ആവുന്നതാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നതാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ക്ലേശങ്ങളും കലഹങ്ങളുമാണ് കണ്ടത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ സ്നേഹം ഉണ്ടാവുന്നുണ്ട്, ശാന്തി സമാധാനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുടുംബത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നില്ല, ചെറിയ കാര്യത്തിന് പോലും വലിയ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സമയത്തിൻ്റെ ആ ഒരു പ്രഭാവം കാരണം ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാളെ മനസ്സിലാക്കാതെ എപ്പോഴും വഴക്കുണ്ടാവുന്ന അവസ്ഥ സമയത്തിൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ടാണ്. സമയം നേരെയാവുമ്പോൾ ഈ ഒരു പ്രശ്നം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ പ്രഭാവം മാറുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും വിശ്വസിക്കാനും തുടങ്ങും. അപ്പോൾ ബന്ധങ്ങളിൽ മാറ്റം, കുടുംബത്തിൽ ശാന്തി സമാധാനവും ഇതെല്ലാം ലഭിക്കാൻ പോകുന്ന നിങ്ങൾക്ക്. ഇവിടെ കുടുംബത്തിൽ എന്തായാലും സെപ്റ്റംബർ മന്ത് ശാന്തി സമാധാനം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു വ്യക്തി മാത്രം ചുമ്മാ നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു കടമയാണ് ആ ഒരു ടെൻഷൻ എങ്ങനെ നിങ്ങൾ മാറ്റാം എന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ ഇതിൽ നിങ്ങൾ ഒന്ന് ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും വേറെ നല്ലൊരു കാര്യം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു കാര്യം നല്ലതാവുമ്പോൾ വേറൊരു നല്ല കാര്യം നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നേരെയാവുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും സമാധാനം കിട്ടുന്ന രീതിയിൽ വേറൊരു കാര്യം നടക്കുന്നതായിട്ട്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ഉറപ്പായിട്ടും സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നതായിട്ട്, നിങ്ങളുടെ വഴികൾ നേരെയാവുന്നതായിട്ട് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വഴി നല്ലതാണ് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 9th എനർജി നിങ്ങളുടെ ദേഷ്യത്തെ പോലും കുറയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ മന്ത് ചില കാര്യങ്ങൾ നേരെയാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. സെപ്റ്റംബർ മന്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ കാണുമ്പോൾ പോലെയല്ല നേരെയാകുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സമയത്തിലും ന്യായത്തിലും വിശ്വാസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ന്യായത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്ര വിശ്വാസം ഉണ്ടാവുന്നത്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നവംബർ മന്ത് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ന്യായം നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തോ വലിയൊരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വർഷം അവസാനിക്കും മുമ്പേ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാസം എന്തായാലും ആ ഒരു ദിവസം എഴുതി വയ്ക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എന്തോ വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഒരു വഴി, നിങ്ങൾ തനിയൊരു വഴിയാണ് പോകുന്നത്. അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ അതുവഴി കൊണ്ടുപോകുന്നതാണ്. കാരണം ലോകത്തിലുള്ളവരെല്ലാം ഒരു വഴി പോകുന്നു, നിങ്ങൾ വ്യത്യസ്തമായിട്ടൊരു വഴിയിൽ കൂടെ പോകുന്നവരാണ്. അതിൻ്റെ അർത്ഥം അവിടെ നിങ്ങൾക്ക് വേണ്ടി സക്സസ് ഉണ്ട്. ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഹാർമണി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ഞാൻ ആഗ്രഹിച്ച ഒത്തിരി സന്തോഷങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതായത് ഒരു കുറവ് നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കുക, എന്തെങ്കിലും ഒരു ഡീലിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുക, ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. ഈ ലോകത്തിൽ നിന്നും വിഭിന്നമായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളെടുത്ത ആ തീരുമാനം വേറെ ഒരു സ്ഥലത്തും ആൾക്കാർ എടുത്തിട്ടുണ്ടാവത്തില്ല. ആ രീതിയിലൊരു തീരുമാനം നിങ്ങൾ ലോകത്തിലുള്ള ആൾക്കാർക്ക് വിഭിന്നമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഇരിക്കുന്ന തീരുമാനം വളരെ ശുഭമായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ സാഹസികതയിൽ വൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
സെപ്റ്റംബർ മന്ത് എന്തോ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന വലിയൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ട് സെപ്റ്റംബർ മന്ത് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ആക്ഷനിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല വരാൻ പോകുന്ന ദിവസങ്ങളിലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗുണം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരിക്കലും ഈ ഒരു തീരുമാനത്തിലൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, മറിച്ച് ഒത്തിരി ലാഭം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമ്മളൊരു തീരുമാനമോ ഒരു ആക്ഷനോ എടുക്കുമ്പോൾ ആദ്യമൊക്കെ വിരോധമായിരിക്കും ആൾക്കാർ. കാരണം സമൂഹത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പോകുമ്പോൾ ആൾക്കാർക്ക് വിരോധമായിരിക്കും നമ്മളോട്. പക്ഷേ ആ ഒരു ആക്ഷൻ വിജയിച്ചാൽ എല്ലാവരും, ഈ വിരോധം പറഞ്ഞ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ ചില ആൾക്കാർ വിരോധം പറയും, പക്ഷെ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. ലാസ്റ്റ് വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്നാണ്. ഇവിടെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാണ്ടം നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനു നിങ്ങൾ ഭയക്കണം? ഒരു പേടിയും കൂടാതെ നിങ്ങൾ മുന്നോട്ട് പോകുക. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് മാത്രം വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കാൻ വേണ്ടി ഒരു വലിയൊരു ആക്ഷൻ നിങ്ങളെക്കൊണ്ട് എടുപ്പിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കാതിരുന്നാൽ ഭാവിയിൽ പിന്നെ നിങ്ങൾ ഒരു പക്ഷേ എനിക്ക് ആ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾക്കൊരിക്കലും പറയേണ്ടി വരത്തില്ല. ആ രീതിയിലുള്ളൊരു അവസരമാണ് ഈ ഒരു സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ സെപ്റ്റംബർ മന്ത് 6666 ആ ഒരു എനർജിക്കുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു സാഹസികരായി നിങ്ങൾ മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ചില ആക്ഷൻസ് ഇങ്ങനെ എടുക്കും, അപ്പോൾ തോന്നും നിങ്ങൾക്ക് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന്. പക്ഷേ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന് ഞാൻ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് ആക്ഷൻ എടുത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു രീതിയിൽ എത്താൻ സാധിച്ചത് എന്ന് നിങ്ങൾക്ക് പിന്നെ തോന്നും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ മന്ത് ഒരു ആക്ഷൻ, ഒരു ന്യൂ ബിഗിനിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാതെ പറ്റത്തില്ല. സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ലക്ക്, നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെപ്റ്റംബർ മന്ത് കൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന്. ഇവിടെ സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ എന്തോ വലിയ പ്രോബ്ലം അവസാനിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു സെപ്റ്റംബർ മന്ത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതുവരെയുള്ള വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങനെ എന്തോ ഒരു കാര്യം ഈ ഒരു സെപ്റ്റംബർ മന്ത് പ്രശ്നം അവസാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട് നിങ്ങൾ ഒരിക്കലും അത് മറക്കാത്ത രീതിയിൽ ഓർമ്മിപ്പിച്ച് നിങ്ങൾ വയ്ക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഡയറിയിൽ കുറിച്ച് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്താണോ ആ ഒരു വിഷമമായിട്ടുള്ള പ്രോബ്ലം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ആ ഒരു പ്രോബ്ലം സെപ്റ്റംബർ മന്ത് അവസാനിക്കുന്നതാണ്. ആ ഒരു പ്രോബ്ലം അവസാനിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഡിവൈനിലുള്ള ആ ഒരു ട്രസ്റ്റ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കർമ്മത്തിലുള്ള വിശ്വാസം, നിങ്ങൾക്ക് ന്യായം ലഭിക്കുമെന്നുള്ള വിശ്വാസം, യൂണിവേഴ്സിലുള്ള വിശ്വാസം, ഇതെല്ലാം കൂടുന്നതാണ്. ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു സമാധാനം ഫീൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പവറിൽ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് അടുത്തെത്താറായി എന്ന് തന്നെ സൂചിപ്പിച്ചോളൂ. ഇവിടെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ അന്ധകാരം അവസാനിച്ചു എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകും. സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സന്തോഷങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്ന്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. കാരണം നിങ്ങൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്ത ആളാണ്. ഇനിയും സാക്രിഫൈസ് ചെയ്തോ പോവാതെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ എടുക്കണം. അങ്ങനെ ഇവിടെ ഏതെങ്കിലും രീതിയിലൊരു ലാഭം സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി നല്ല ചേഞ്ചസ് സെപ്റ്റംബർ മന്ത് വരും നിങ്ങൾക്ക്. ഇനിയൊരു സമയം ഒരിക്കലും നിങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ വിടത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇനി ആർക്കും നിങ്ങളെ ചതിക്കാൻ സാധിക്കത്തില്ല. ആ രീതിയിൽ ഒരു മാറ്റം നിങ്ങളുടെ എനർജിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇമോഷണലാണ്, പക്ഷേ ഇനി ആർക്കും നിങ്ങളെ ചതിക്കാൻ സാധിക്കത്തില്ല. അവരുടെ ആ ഒരു വലയിൽ നിങ്ങളെ വീഴ്ത്താൻ സാധിക്കത്തില്ല. ഇവിടെ ഒരു കാര്യവും കൂടി ഈശ്വരൻ പറയുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല അവസരത്തെ നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും സ്വാർത്ഥരാവാൻ ഞാൻ പറയുന്നില്ല എന്നാണ്, മറിച്ച് എല്ലാത്തിലും ഒരു ബാലൻസായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ എന്നാണ്. കാരണം നിങ്ങൾ ഇങ്ങനൊരു വ്യക്തിയാണ്. നിങ്ങൾക്കെപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് മാത്രമാണ് ചിന്ത. നിങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചിന്ത ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരൻ എപ്പോഴും നിങ്ങൾക്ക് അവസരം തരത്തില്ല. കിട്ടിയ അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിൽ വരുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലും അതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടും ഫ്ലാഗ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ വിജയിക്കാൻ പോകുകയാണ് എന്നാണ്. ഇവിടെ ഒരു വിജയത്തിൻ്റെ ആ ഒരു ഇതായിട്ടാണ് ഈ ഒരു ഫ്ലാഗ് നമ്മൾ കാണുന്നത്. അതായത് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാതെ നിങ്ങൾ അവർ തന്ന വേദന സഹിച്ച് വിഷമിച്ച് ദൈവത്തിനെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയിക്കാൻ നിങ്ങൾ പോകുകയാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കി വാദവിവാദങ്ങളിൽ ഏർപ്പെട്ട് ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥിതികളിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സെപ്റ്റംബർ മന്ത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസിൽ വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു അവസരത്തെ നിങ്ങൾ പാഴാക്കി കളയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഒരു ബാലൻസ് ഈ ഒരു സെപ്റ്റംബർ മന്ത് ഉണ്ടാകും. നിങ്ങൾ പവറിൽ വരും. അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളാണ് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ജാഗരൂകരായിട്ടാണ് ഉള്ളത് എങ്കിൽ സെപ്റ്റംബർ മന്ത് ഏതോ വലിയൊരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ആ ഒരു ട്രാപ്പിൽ ഇരുന്ന് നിങ്ങളുടെ ലൈഫ് വളരെ മോശമായി മാറി. അപ്പോൾ ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി തരികയാണ് നിങ്ങളെ ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അപ്പോൾ നിങ്ങൾ ജാഗരൂകരായിട്ടിരുന്നാൽ അതിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്ത് വരാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മന്ത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ കാരണം ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ അകപ്പെട്ടത് കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ല. ഭയങ്കരമായിട്ട് എപ്പോഴും ടെൻഷനിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് കുറച്ച് നാളുകളായി, കുറച്ച് മാസങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ല. ഇതിന് മുന്നേക്ക് നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീണതിന് ശേഷം എപ്പോഴും ടെൻഷനാണ് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഇനി ഈ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കിനി ഓർമ്മയുണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ, ഭാരം, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവത്തില്ല, കലഹങ്ങൾ ഉണ്ടാവത്തില്ല സെപ്റ്റംബർ മന്ത് ആവശ്യമില്ലാതെ. ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രമാത്രം റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകൾ കാരണം വഴക്ക് ഉണ്ടായി എപ്പോഴും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. റിലേഷൻഷിപ്പിലായാലും അംഗങ്ങൾ തമ്മിലായാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചില സമയം രാഹുവിൻ്റെയോ ചൊവ്വാഗ്രഹത്തിൻ്റെയോ പ്രഭാവം കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല, വഴക്കുണ്ടാവും. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രഭാവം നേരെയാവുമ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പ്രശ്നങ്ങളും മാറുന്നതാണ്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.